നമസ്കാരം. കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM-നെ പിണറായി വിജയൻ നയിക്കുമെന്ന് വ്യക്തമാക്കി പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട MA ബേബി. നിലവിൽ പാർട്ടിയിലെ മുതിർന്ന നേതാവും കേരളത്തിലെ മുഖ്യമന്ത്രിയുമാണ് പിണറായി വിജയൻ. സ്വാഭാവികമായും അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ രാഷ്ട്രീയമായ പ്രചാരണത്തിലും സംഘടനാ കാര്യത്തിലും എല്ലാം ഒരുപോലെ നയിക്കും. ഒരു തുടർഭരണം വീണ്ടും കിട്ടിയാൽ അന്ന് ആരാണ് മുഖ്യമന്ത്രിയാകുക എന്ന കാര്യം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. സമയമാകുമ്പോൾ പാർട്ടി കൃത്യമായി തീരുമാനിക്കുമെന്നും ബേബി പറഞ്ഞു. നിലവിലെ മുഖ്യമന്ത്രി അടുത്ത തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിക്കുക എന്നത് സ്വാഭാവിക കാര്യമാണ്. തുടർഭരണം കിട്ടാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നാണ് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ സംസ്ഥാനത്തും ഓരോ സാഹചര്യമാണ്. കോൺഗ്രസിനോട് നിലവിൽ തുടരുന്ന സമീപനം CPM തുടരുമെന്നും ബേബി പറഞ്ഞു. സംസ്ഥാനങ്ങൾക്കനുസൃതമായ സഹകരണമാകും തുടരുകയെന്നും ബേബി വ്യക്തമാക്കി. കോൺഗ്രസിനോട് നിലവിൽ തുടരുന്ന സമീപനം CPM തുടരുമെന്നാണ് ജനറൽ സെക്രട്ടറി പ്രതികരിച്ചത്. ഓരോ സംസ്ഥാനത്തും ഓരോ സാഹചര്യമാണെന്നും സംസ്ഥാനങ്ങൾക്കനുസൃതമായ സഹകരണമാകും തുടരുകയെന്നും അദ്ദേഹം വിവരിച്ചു. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരിക്കുമ്പോഴും ഡൽഹി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും AAP-യും തമ്മിൽ മത്സരിച്ചതടക്കം ബേബി ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ എതിരിടുമ്പോഴും ദേശീയ സാഹചര്യത്തിൽ സഹകരണമെന്ന സുർജിത്തിന്റെയും യെച്ചൂരിയുടെയും സമീപനമാകും താനും തുടരുകയെന്നാണ് ബേബി വിവരിച്ചത്. പാർട്ടി കോൺഗ്രസിൽ മത്സരം നടന്ന കാര്യവും പുതിയ ജനറൽ സെക്രട്ടറി സ്ഥിരീകരിച്ചു. കേന്ദ്ര കമ്മിറ്റി പാനലിനെതിരെ മത്സരിച്ച DL കരാട് തോറ്റെന്നും 31 വോട്ടുകളാണ് DL കരാടിന് ലഭിച്ചതെന്നും ബേബി വ്യക്തമാക്കി. മത്സരിക്കാനുള്ള ജനാധിപത്യ അവകാശം പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വിവരിച്ചു. ജനറൽ സെക്രട്ടറിയായി MA ബേബിയെയും 18-അംഗ പോളിറ്റ് ബ്യൂറോയെയുമാണ് മധുരയിൽ നടക്കുന്ന 24-ാം പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്തത്. 85-അംഗ കേന്ദ്ര കമ്മിറ്റിയാണുള്ളത്. 84 പേരെ തിരഞ്ഞെടുത്തു. ഒരു സ്ഥാനം ഒഴിച്ചിട്ടു. PB-യിൽ 8 പേർ പുതുമുഖങ്ങളാണ്. കേന്ദ്ര കമ്മിറ്റിയിൽ 30 പേർ പുതുമുഖങ്ങളാണ്. 7 പേർ പ്രത്യേക ക്ഷണിതാക്കൾ. കേന്ദ്ര കമ്മിറ്റിയിൽ PB അംഗം മുഹമ്മദ് സലീമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിയുടെ പേര് നിർദ്ദേശിച്ചത്. അശോക് ദാവളെ പിന്താങ്ങി. MA ബേബിയെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതായി പിണറായി വിജയനാണ് സമ്മേളന നഗരിയിൽ പ്രഖ്യാപിച്ചത്. 2015-ലെ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിലും 2018-ൽ ഹൈദരാബാദിലും 2022-ൽ കണ്ണൂരിലും സീതാറാം യെച്ചൂരിയെ ആയിരുന്നു ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ വർഷം യെച്ചൂരിയുടെ മരണത്തിന് പിന്നാലെ പ്രകാശ് കാരാട്ട് പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററായി ചുമതലയേറ്റിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ ജനറൽ സെക്രട്ടറിയായി MA ബേബി CPM-ന്റെ തലപ്പത്ത് എത്തുന്നത്. ജനറൽ സെക്രട്ടറി പദവിയിലെത്തുന്ന ബേബി കേരളത്തിലെ പാർട്ടി കാര്യങ്ങളിൽ ഇനി കൂടുതൽ സജീവമാകുമോ എന്നും അറിയേണ്ടതുണ്ട്. പാർട്ടി തുടർച്ചയായി 3-ാം ഭരണം ലക്ഷ്യമിടുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ മറ്റൊരു അധികാര കേന്ദ്രം കൂടിയാകുകയാണ് MA ബേബി. സൗമ്യനായ നേതാവ് എന്ന നിലയിൽ പാർട്ടിക്ക് അതീതനായി പലർക്കും സ്വീകാര്യനാണ് അദ്ദേഹം. പദവിയിലേക്ക് എത്തുന്ന 2-ാമത്തെ മലയാളിയാണ് ബേബി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാവുകയും പിൽക്കാലത്ത് സംഘടനാ പാർലമെന്റ് പ്രവർത്തനങ്ങളിൽ വൈഭവം തെളിയിക്കുകയും ചെയ്ത ബേബി പാർട്ടിയുടെ ഭൗതിക ദാർശനിക മുഖങ്ങളിലൊന്നാണ്. 1954-ൽ കുന്നത്ത് PM അലക്സാണ്ടറുടെയും ലില്ലിയുടെയും 8 മക്കളിൽ ഇളയവനായിട്ടാണ് ജനനം. പ്രാക്കുളം NSS ഹൈസ്കൂൾ, കൊല്ലം SN കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. SFIയുടെ പൂർവ്വരൂപമായ KSF-ലൂടെയായിരുന്നു ബേബിയുടെ രാഷ്ട്രീയ പ്രവേശനം. 1975-ൽ SFIയുടെ കേരള ഘടകം പ്രസിഡന്റായി. 1978-ൽ ലോക യുവജന മേളയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. 1984-ൽ സംസ്ഥാന കമ്മിറ്റി അംഗമായി. 1989-ൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ ബേബി 2012-ലാണ് PB-യിലെത്തുന്നത്. SFIയുടെയും DYFIയുടെയും നിർണായക ചുമതലകളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 1983-ൽ DYFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി. പിന്നീട് 3 കൊല്ലത്തിനിപ്പുറം 1987-ൽ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പദത്തിലും എത്തി. 2016 മുതൽ CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിലാണ് ബേബിയുടെ പ്രവർത്തനം. 1986-ലും 1992-ലും രാജ്യസഭാ അംഗമായിരുന്നു. 2006-ൽ കൊല്ലം കുണ്ട്രയിൽ നിന്ന് നിയമസഭയിലെത്തിയ MA ബേബി VS അച്യുതാനന്ദൻ സർക്കാരിൽ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. 2014-ൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും RSPയുടെ NK പ്രേമചന്ദ്രനോട് പരാജയപ്പെടുകയായിരുന്നു.